നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുട്ടാണ്, അതായത് അവൽപുട്ട്. ഈ അവൽപുട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് എത്തിപ്പെടാനൊരു റീസൺ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറിയ സമയത്ത് പുട്ടുണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോൾ പുട്ടുപൊടി ഇല്ല, തീർന്നിരിക്കുകയായിരുന്നു. ഞാൻ മറന്നേ പോയിട്ടുണ്ടായിരുന്നു കാര്യം. അങ്ങനെ പിന്നെ ഗോതമ്പ് പുട്ട് കഴിക്കാനുള്ളൊരു മൂഡുണ്ടായില്ല. പിന്നെ ഞാൻ ഷെൽഫിൽ കണ്ടത് ആകപ്പാടെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് അവല്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ, അഥവാ ശരിയാവണമെങ്കിൽ നല്ല കാര്യമില്ലേ. അതിന് ചെറിയൊരു എമൗണ്ട് ഞാൻ എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് വന്നു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വെറൈറ്റീസ് ഓഫ് പുട്ടിൻ്റെ റെസിപ്പീസ് ഇടാൻ. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. കാരണം ഈ ഇൻഗ്രീഡിയൻറ്റ് അവല് കിട്ടാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള അവൽപുട്ട് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവലുകൊണ്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അവലാണ്. ഇത് വൈറ്റ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ടൈപ്പ് അവൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇത് പരീക്ഷിച്ചപ്പോൾ ട്രൈ ചെയ്തത് മട്ട അവൽ വെച്ചിട്ടാണ്. മട്ട അവൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ മട്ട അവൽ എന്ന് എഴുതി കാണും പാക്കറ്റിൽ, മട്ട റൈസ് ഫ്ലേക്സ് എന്ന് എഴുതി കാണും. ഇതിപ്പോൾ നെല്ലറയുടെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കാണിച്ചു തരാം. ഇതുപോലത്തെ കളറായിരിക്കും മട്ട അവലിന്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതേസമയം എൻ്റെ കയ്യിലുള്ള പോലത്തെ വൈറ്റ് കളർ അവലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ വൈറ്റ് അവൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ള അവലാണ്, ഇങ്ങനെ ഒടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചില സമയത്ത് കിട്ടുന്ന അവല്, ചില ബ്രാൻഡ് അവല് എന്ന് പറയുന്നത് ഉള്ളിത്തോല് പോലെയായിരിക്കും, ഒട്ടും കനമില്ലാത്ത ടൈപ്പ് അവലുണ്ടാവും. അത് ഉപയോഗിക്കേണ്ട. ഇതുപോലെ അല്പം കട്ടിയുള്ള ടൈപ്പ് അവലാണെങ്കിലാണ് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ കവറിൻ്റെ പുറത്ത് കൂടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എങ്ങനെയാണ് അവലിരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കട്ടിയുള്ള അവൽ നോക്കി ചൂസ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം റോസ്റ്റ് ചെയ്യണമെന്ന്. റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ റോസ്റ്റ് ചെയ്യാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അവലിൻ്റെ കണക്കാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. വലിയ ജാറായിരിക്കും ഏറ്റവും നല്ലത്. അതിലോട്ട് ഇത് ഒട്ടും വെള്ളമില്ലാത്ത ഡ്രൈ ആയിരിക്കുന്ന ജാറായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അതിലോട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അവൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കാൻ പാടില്ല, തരിയുള്ള രീതിയിൽ പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്ത് പൊടിച്ചാൽ മതി. ഓവറായിട്ട് ഹൈ സ്പീഡിൽ പൊടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഓവറായിട്ട് അങ്ങ് ഫൈനായിട്ട് മാറും. അത് പാടില്ല. ഞാൻ പുട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റവ പോലെ ഇരിക്കണം നമ്മുടെ പുട്ടിൻ്റെ തരി. തൊടുമ്പോൾ നല്ല തരി ഉണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതാ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ട് നോക്കി കഴിഞ്ഞ് ശരിക്കും റവ പോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ അവൽ പൊടിച്ചതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ വെള്ളവൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബ്രൗൺ അവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചില സമയത്തൊക്കെ എനിക്ക് അഴുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ ഉപയോഗിക്കാം. പലർക്ക് വാഷ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ വെള്ളവലാണെങ്കിൽ അധികം അഴുക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ വെള്ളവൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും നെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറക്കി കളഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഞാൻ ആദ്യമേ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവലായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊന്ന് പറക്കി കളയാണ്ടിരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക. ബൗളിലോട്ട് നമ്മളുടെ 1 ഗ്ലാസ് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2.5 ടേബിൾ സ്പൂണോളം നാളികേരം ചെരുകിയതാണ്. ആ നാളികേരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ അരിപ്പുട്ട് ചെയ്തപ്പോൾ ഞാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവലിന് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എത്ര ഉപയോഗിച്ചെന്നുള്ള. മിക്കവാറും 1/4 ഗ്ലാസ് മതിയാവും നമുക്ക് ഇതിലേക്കുള്ള വെള്ളം. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ തന്നെ വെള്ളം ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചപ്പോൾ തന്നെ കറക്റ്റായിട്ടുണ്ട്. കാരണം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ഒരു ചെറിയ അളവാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ പിന്നെ എപ്പോഴും ചൂടോടുകൂടി വയ്ക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ. അതേസമയം പുട്ട് ഓൾറെഡി കുക്ക് ചെയ്തിട്ട് ചിലവായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കഴിക്കാൻ പറ്റും.
അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ പുട്ടിൻ്റെ മുകളിൽ തന്നെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ആവണം. പക്ഷേ അതേസമയം പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഉപ്പ് ഞാൻ ഒന്ന് നോക്കട്ടെ. ഉപ്പും കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു കുക്കറിൽ അത്യാവശ്യം വെള്ളം എടുത്തതിന് ശേഷം അങ്ങ് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, പെട്ടെന്ന് തന്നെ അങ്ങ് പുറത്തേക്ക് സ്റ്റീം വന്നോളും. അതിനുശേഷം നമുക്ക് പുട്ട് മോൾഡിലോട്ടാക്കിയതിന് ശേഷം സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 2 പുട്ടിനുള്ളതായതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യം പ്രശ്നമില്ല. ഞാനിപ്പോൾ ഈ കുക്കറിൽ അര ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേസമയം നമുക്ക് ഒരുപാട് എണ്ണം വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 3-4 പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കണം. എന്നിട്ട് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന കാരണം കുക്കറിലത്തെ വെള്ളം പെട്ടെന്ന് തന്നെ ആവിയായിട്ട് പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുട്ടിൻ്റെ മോൾഡ് എടുക്കുക. അതിലോട്ട് കുറച്ച് നാളികേരം ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ നനച്ച പുട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുട്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം. ഒരുപാട് അങ്ങ് അമർത്തി വെക്കാൻ പാടില്ല. അപ്പോൾ പുട്ട് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇത് അടച്ച് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ആവി വരാൻ തുടങ്ങിയിരിക്കുന്ന കുക്കറിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഓട്സ് പുട്ടിൻ്റെ വീഡിയോയിൽ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ആ പുട്ടിൻ്റെ മോളില്ലാത്തവർ ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ആവിപ്പുട്ടെന്നാണ് പറയുക. എല്ലാം കൂടിയും കണ്ടിട്ട് ഇതേപോലെ കുഴച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അങ്ങ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ കുക്കറിൽ എന്തിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ അവൽ എപ്പോഴും നല്ല ക്വാളിറ്റി അവലാണെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചില അവലുണ്ടല്ലോ, നമ്മളെ പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ അവലാണെങ്കിൽ എടുക്കണ്ട കേട്ടോ. കാരണം ഇവിടെയൊക്കെ കിട്ടുന്ന അവൽ എപ്പോഴും നന്നായിട്ട് തന്നെ വരാറുണ്ട്. നാട്ടിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ചില പാക്കറ്റ് അവൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ എടുക്കാറേ ഇല്ല. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കറികളാണ്. അതായത് ഗ്രേവി ടൈപ്പ് കറികളുണ്ടല്ലോ. നമ്മുടെ ചിക്കൻ കറി, മട്ടൻ കറി, വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ കടലക്കറി, ഗ്രീൻ പീസ് കറി ഒക്കെ നല്ലതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ വറുത്തരച്ച കടലക്കറി ഉണ്ട്. അതേസമയം നമ്മുടെ ബ്ലോഗിൽ വറുത്തരയ്ക്കാത്ത നമ്മുടെ ചിക്കൻ കറി രീതിയിലുള്ള വെള്ളക്കടല വെച്ചിട്ടുള്ള കറി ഉണ്ട്. അതൊക്കെ കാണാൻ മറക്കരുത്. ഗ്രീൻ പീസ് കറി ഉണ്ട്. അതൊക്കെ നല്ല കോമ്പിനേഷനാണ്. പഴത്തിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ കറികളാണ് ഏറ്റവും ബെസ്റ്റ്. 1.5 പുട്ടിനുണ്ടാവുള്ളൂ ഈ അളവ്. അതേസമയം ഞാൻ മട്ടാവൽ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മട്ടാവൽ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ട് ഉണ്ടാവും, വൈറ്റ് അവൽ വെച്ച് ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇപ്പോൾ മട്ടാവൽ എനിക്ക് 1 ഗ്ലാസ് ചെയ്തപ്പോൾ 2.5 പുട്ട് കിട്ടിയായിരുന്നു. അതേസമയം നോക്കൂ, വെള്ളവൽ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് 1.5 പുട്ട് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഒരു പുട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ആവിയിൽ, പിന്നെ 1/2 പുട്ടിനുള്ള മാവേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് വേണം അവലിൻ്റെ അളവ് തീരുമാനിക്കണം. 4 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2.5 ഗ്ലാസ്സൊക്കെ അവൽ പൊടിക്കേണ്ടി വരും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തുറക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കുക. ഇതെടുത്തതിന് ശേഷം മാത്രം തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൈമേലേക്ക് ആവി കയറിയിട്ട് കൈ പണി കിട്ടുവേ. എന്നിട്ട് തൊട്ട് നോക്കുക. നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ആവി പറക്കുന്ന അവൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പുട്ടിനും കൂടെയുള്ള പൊടി ബാക്കിയുണ്ട്. അതും കൂടെ ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. വീണ്ടും കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. നീളത്തിലുള്ള പുട്ടുകുറ്റിയിലും ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലത്തെ ചെറിയ മോൾഡാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഒരാൾക്ക് ഒരു പുട്ടെന്നുള്ള രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇവിടെ അധികമൊന്നും ആരും പുട്ട് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ഉള്ള മോൾഡിലാണ് ഉണ്ടാക്കാറ്. ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ടയിൽ ഉണ്ടാക്കാം. എനിക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു പുട്ടിനുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള നനച്ച പൊടി എപ്പോഴും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. തുറന്ന് വെക്കരുത്. അപ്പോൾ തുറന്ന് വെക്കുമ്പോൾ ഡ്രൈ ആയിട്ട് മാറും. അതിലത്തെ നനവ് നഷ്ടപ്പെടും. അതുകൊണ്ട് ശരിയാവില്ല. സോഫ്റ്റ്നെസ് മാറും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു 1.25 പുട്ടിനുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 2ാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. പാത്രത്തിലോട്ട് കമത്താം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഈസി പീസി ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുട്ട് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ അങ്ങ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ബാക്കി വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് വേസ്റ്റ് ആക്കി ഇത് കളയും. ചിലപ്പോൾ നമ്മൾ 4 മണിയാകുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. പിന്നെ അതങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഏത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതെ പുട്ടിൻ്റെ കാര്യത്തിലൊന്നും മാത്രമല്ല, കറിയുടെ കാര്യത്തിലാണെങ്കിലും ചപ്പാത്തിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മിതമായ അളവിൽ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വേസ്റ്റേജ് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ തറവാടി കറി കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണത്. അതായത്
നമ്മുടെ പയറും മത്തങ്ങ ഉള്ളിമുളകും കുത്തിക്കാച്ചി കറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണേ. എന്താ പഞ്ഞി പോലെ ഇരിക്കുന്ന പുട്ട് കണ്ട, വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ്. നമ്മുടെ അരിപ്പുട്ട് ലജ്ജിച്ച് പോവും, അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നിപ്പോവും. അതുപോലെ ടേസ്റ്റിയാണ്. പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഗംഭീരാവും. ഇത് കഴിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ആരോടും പറയണ്ട, ഇത് അവൽപുട്ടാന്നൊന്നും പറയണ്ട, സാധാരണ രീതിയിൽ കൊണ്ടു കൊടുത്താൽ മതി. നമ്മുടെ ഹസ്ബൻഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹസ്ബൻഡിന് ഒരു പ്രൈസ് കൊടുക്കാം. മിക്കവാറും കണ്ടുപിടിക്കാൻ വഴിയില്ല, കാരണം അത്രയും സോഫ്റ്റാണ്, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Nothing's into my eyes, and sun is on my head to your faces. So tell me, is the love, is the love, is the love in your heart? Kindness in your eyes, as a cute, as a cute, if you want. There's nothing wrong, your heart.